എടാ ഇത് നമ്മളൊന്നിച്ചുള്ള അവസാനത്തെ ചായ ആയിരിക്കും കേട്ടോ. ആണ് നീ ആത്മഹത്യ ചെയ്യാൻ പോകണം? അതല്ലടാ, ചേച്ചി അവിടെ നിന്ന് ടിക്കറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. നീ ഇപ്പം ഇത്ര ധൃതിയൊക്കെ പിടിച്ച് വല്ല നാട്ടിലും പോയി അടിമപ്പണി ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യാനടാ? ഇവിടെ ഇനി ചെയ്യാനുള്ളൂ. ഇത് പഴയ മുഖ്യനല്ല, പുതിയ മുഖ്യനാ. എന്ത് ബൂക്കിയാണല്ലോ എല്ലാം കണക്ക് തന്നെ. എടാ, KSRTC സൗജന്യ യാത്രയല്ലേ? നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങളെ വണ്ടിക്കൂലി എടുത്ത് മാറ്റി വെച്ച് അത് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ നിക്ഷേപിച്ച് നമ്മുടെ മോദിജിയുടെ അകമഴിഞ്ഞ സഹായത്തോടു കൂടി അത് ഡബിളാക്കി ത്രിബിളാക്കി വളർത്തിയെടുക്കാൻ പറ്റത്തില്ലേ? നീ പോസിറ്റീവായിട്ട് ചിന്തിക്കടാ. എടാ, പൂച്ച വിട്ട് കിടക്കുന്ന ഖജനാവിന്നാണോ താൻ ഈ പറയുന്ന ഫ്രീ സർവീസ് കൊടുക്കാൻ പോകുന്നത്? നീ കണ്ടാ പൂച്ചോട്ട് കിടക്കുന്നത്? കഷ്ടം. എടാ, നമുക്ക് ബിസിനസ് ചെയ്യാമല്ലോ. 5 ലക്ഷം രൂപയാണ് പലിശയില്ല ലോൺ കൊടുക്കുന്നത്. 5 ലക്ഷം രൂപയ്ക്കാണ് പെട്ടിക്കട തുടങ്ങാൻ? നീ ചൈന നോക്കടാ. ചൈനയിലെ ചെറുകിട വ്യവസായങ്ങളാണ് അവർ ലോകോത്തര കമ്പനിയായിട്ടുള്ള ഐഫോണിന്റെ പാർട്സ് വരെ ഉണ്ടാക്കുന്നത്. അതിനോട് പഴയ ഗപ്പി പരിപാടിയോടൊന്നും മുന്നോട്ട് പോകാൻ പറ്റത്തില്ലേ നീ? എടാ, നിനക്ക് നമ്മുടെ കേരള ഗവൺമെന്റ് വിശ്വാസം ഇല്ലെങ്കിൽ അത് പോട്ടെ, പക്ഷെ നീ ഒരിക്കലും നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിനെ ആശ്വസിക്കരുത്. എടാ, നിനക്കറിയാമോ, നമ്മുടെ ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ടും പാവപ്പെട്ട അദാനി ചേട്ടനും അംബാനി ചേട്ടനും വേണ്ടിയിട്ട് നമ്മുടെ മോദിജി പെട്രോൾ 112 3 രൂപ 115 തന്നില്ലേ? എടാ, ഇത്ര സഹായങ്ങൾ നമുക്ക് ചെയ്തു തരുന്ന ഒരു മഹാമനുഷ്യനെ കണ്ടില്ലെന്നടിച്ച് നീ എങ്ങനെ വിദേശത്ത് പോയി പണിയെടുക്കും? ഇതിൽ കൂടുതൽ രാജ്യം വിട്ടു പോകാതിരിക്കാൻ നിനക്ക് എന്താടാ വേണ്ടത്? ഇല്ല, ഞാൻ പോകില്ല. ഞാൻ രാജ്യം വിട്ട് പോകില്ല. നല്ല തീരുമാനം. നമുക്ക് മുമ്പിൽ തിരിയിരിക്കാം. ചായ കുടിച്ചാലോ? ചായക്ക് 16 രൂപയ്ക്ക് കേട്ടോ. ആണോ? എന്നാ വീട്ടിൽ പോയി കുടിക്കാം. എന്നാ